പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളിങ്ങനെ കണ്ടപ്പോൾ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. അവർ ചിരിച്ച് അവരെന്നെ നമസ്കരിച്ചിങ്ങനെ. അത് മനഃപൂർവ്വം ചോദിക്കുന്നതല്ല, അത് ഒരു ചോദ്യത്തിന് ഉത്തരം ഏറ്റവും മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാവും. അവർക്ക് അവർ ജീവിതത്തിൽ ഇനി ഒരൊറ്റ എഴുത്തുകാരനോടോ സിനിമക്കാരോ ചോദിക്കില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും വേദനയാണ്. അല്ലാണ്ട് അതൊരു ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ വലിയ വേദനയാണ്. ആ എന്നിലെ വേദന മറ്റൊരാൾക്ക് മനസ്സിലാവുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇതിൽ ഹൊറർ ഞാൻ ഇട്ടിട്ടില്ല, ഹൊറർ എഴുതിയിട്ടില്ല അതിനകത്ത്. അതിൻ്റെ ആംബിയൻസിൽ ഹൊറർ വന്നതാണ്, അത്രയും വരണ്ടു അതിനകത്ത്. ഇതിൽ ഓവറായിട്ടുള്ള ഹൊററൊന്നും ഇല്ല. ഈ അദ്ദേഹം അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തിനെ കാണുന്നത് സ്റ്റാർഡം ആയിട്ട് നിൽക്കുന്ന ആ ആക്ടറായിട്ടാണ്. അതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. മനസ്സിലായോ പറഞ്ഞത്? അവിടെയാണ് ഞങ്ങൾ പരിഭ്രമിച്ച് പോകുന്നത്. നമ്മൾ ഇത് റീമാസ്റ്റർ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് ലാലാണ്. അപ്പോൾ ലാലിനെ സംബന്ധിച്ചോളം ഇത് അന്ന് വർക്കാകാതെ പോയ പ്രേക്ഷകർക്ക് വർക്കാകാതെ പോയ ഒരു സിനിമ ഇനിയും അത് വരുമ്പോൾ അത് വർക്കാകുമെന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കഥാപാത്രത്തെ ലാൽ തിരഞ്ഞെടുക്കുന്നതും ആ കഥാപാത്രത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം ലാലിനെ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് കാണിക്കാവുന്നൊരു പ്രായത്തിലല്ല ലാൽ ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആശങ്ക ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു തീരുമാനത്തോട് ആദ്യം പ്രതികൂലമായ ചില ഒരു നിലപാടെടുത്തത്. ഏറ്റവും ബെസ്റ്റായിട്ട് സാറ് മനസ്സിൽ കണ്ട ദേവദൂതനാണ് ഓപ്പറേഷനിലേക്ക് ഇപ്പം എത്താൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമയുടെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് വേർഷനായിരിക്കും. കാരണം നമുക്കിനി കൂട്ടിച്ചേർക്കാനൊന്നും പറ്റത്തില്ല, മാറ്റി ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിരിക്കും. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഹോട്ട് ആൻഡ് സോ ടി വി. ദിസ് ഈസ് മീ NB ഹിയർ. ചില സിനിമകൾ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ഇതൊരു തവണയെങ്കിലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ കൊതിക്കാറുണ്ടല്ലേ? അതേപോലെ ഒരുപാട് കൊതിച്ച ഒരു സിനിമയാണ് ദേവദൂതൻ. ഇന്നിപ്പോൾ അത് 4K തിയേറ്ററുകളിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അതിന് സംവിധായകനായ സിബി മലയിലും റൈറ്ററായ രഘുനാഥ് ചേർന്ന് നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് സാർ? രണ്ട് ലെജൻസിനെ ഒരുമിച്ച് മുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സത്യം എന്താ പറയണമെന്ന് അറിയത്തില്ല. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. അന്ന് 23 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ 4K റിലീസ് ചെയ്യുമ്പോൾ ശരിക്കും എത്രത്തോളം എക്സൈറ്റഡ് ആണ്? എക്സൈറ്റ്മെൻറ്റ് വലുതായിട്ടുണ്ട്. എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ വലിയ സന്തോഷമുണ്ട്. കാരണം എക്സൈറ്റ്മെൻറ്റൊക്കെ നമുക്ക് നേരത്തെ കഴിഞ്ഞു പോയി. കാരണം ഇത് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ തലമുറയിലെ പ്രേക്ഷകർ ഇത് കാണാൻ വരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ സന്തോഷമാണുള്ളത്. സാർ എങ്ങനെ ഉണ്ടായിരുന്നു? സാധാരണ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് തിയേറ്ററിൽ ആർക്കും അറിയില്ലല്ലോ, പ്രേക്ഷകരൊന്നും. ഇതെല്ലാവർക്കും അറിയുന്നൊരു സിനിമയാണ്. അപ്പോൾ ഈ അറിയുന്ന സിനിമ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പലരും ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ പടം തുടങ്ങിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കണ്ട ആൾക്കാർ പോലും ഇതിലേക്ക് വീഴും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് സംഭവിക്കുന്ന എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുഖമാണ്. ഇത് ഈ ദേവദൂതൻ എന്ന് പറയുമ്പോൾ ഒരു ഹൊറർ മിസ്റ്ററി മ്യൂസിക്കൽ ത്രില്ലർ, ഇത്രയും ജോണേഴ്സ് ഒരൊറ്റ സിനിമയിൽ, അത് ആ കാലഘട്ടത്തിൽ തന്നെ വേറെ ഒരു എക്സ്പെരിമെന്റ് പോലും ചെയ്യാൻ തയ്യാറാകാത്തത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോട്ട് മൈൻഡ് വന്നിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ? ഈ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളെപ്പോലത്തെ നോർമൽ ആളുകൾ കാണുമ്പോൾ വൗ എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എങ്ങനെ അത് ഇപ്പം എങ്ങനെയാണ് തോന്നിയത്? അതങ്ങനെ തോന്നി. എങ്ങനെയാ തോന്നിയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. അത് അങ്ങനെയാണ് മനസ്സിൽ വന്നത്, അതങ്ങ് വർക്കൗട്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ആ തിരക്കഥ സ്ക്രിപ്റ്റ് ഒരു സംവിധായകൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ആ കൺസെപ്റ്റ് സക്സസ് ആയി. എടുത്ത് ബലിപ്പിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ബലിപ്പിച്ചാൽ അത് കാണുമ്പോഴേ എനിക്ക് അതിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റ് മോഡാണ് ഞാൻ നോക്കുന്നത്. അതെനിക്ക് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. വളരെ ഹൈ എൻഹാൻസ്മെൻറ്റ് മോഡിലാണ് എനിക്കത്. സിബിയുടെ ഡയറക്ഷൻ സൈഡായാലും എല്ലാം ഒരു പടത്തിൻ്റെ ഒരു അൾട്ടിമേറ്റായിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തരുന്നത് നമുക്ക് സംവിധായകനാണ്. സംവിധായകന് വേണ്ടത് മെയിനായിട്ട് കൊടുക്കുന്ന ഒരാളാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. ആ സ്ക്രിപ്റ്റ് മുഴുവൻ അക്ഷരങ്ങളാണ്. അത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധായകൻ അത് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ സംഗീതം കൊടുക്കുന്നത് വേറൊരാളാണ്. അത് കിട്ടണമെങ്കിൽ ഈ സംവിധായകൻ്റെ ഇത് വേണം അല്ലേ? അപ്പോൾ അതൊരു പരസ്പര പൂരകമായ കാര്യമാണ്.
അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാവുന്നതോടുകൂടി ആ തിരക്കഥ ആ സിനിമ വിജയിച്ചു, സംവിധായകൻ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി. പിന്നെ ബാക്കിയുള്ളത് ബിസിനസ്സാണ്. അദ്ദേഹം കംപ്ലീറ്റ് ആക്കിയ പടം വരുന്നതോടുകൂടി അത് വിജയിച്ചു. എന്നെ സംബന്ധിച്ച് പൂർണ്ണമായും വിജയിച്ച ഒരു സിനിമയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. കല എന്ന നിലയ്ക്ക് ഒരു ആർട്ട് പീസ് നിലക്ക് ആ സിനിമ വിജയിച്ച സിനിമയാണ്. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായുള്ള പണം, സാമ്പത്തികമായിട്ടത് അതിൻ്റെ കിട്ടിയില്ല എന്ന് പറയുന്നത് ബിസിനസ് താല്പര്യം. ബിസിനസ്സിൽ വിജയിക്കണോ എന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ എലമെൻ്റാണ്. സോ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് ദേവദൂതൻ. ഇപ്പോൾ സാറിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സാറിന് ഓർക്കുന്നുണ്ടാകത്തില്ല, 2016-19 മീഡിയ വില്ലേജ് ഒരു സാറിൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഭയങ്കര വിഷണറി ആയിട്ടൊരു റൈറ്ററായിട്ട് ഞങ്ങളോട് രഘുനാഥ് പല്ലേരി എന്ന് പറയുമ്പോൾ അത്രയും ഞങ്ങളോട് ഒരു ഇൻട്രോഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പേടിച്ചിട്ടായിരുന്നു ഇത് ഇത്ര വലിയൊരു ലെജൻഡ് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു, വർക്ക്ഷോപ്പിനായിട്ട് വരുന്നപ്പോൾ വന്ന് ഇരുന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഇത്ര സിമ്പിളായിട്ട് ഒരു മനുഷ്യനെ അത്രയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഒരു ലവ് സ്റ്റോറി ഒക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സിംഗപ്പൂർ ലവ് സ്റ്റോറി. ഇപ്പോഴും ഏതൊരാളെ ഇപ്പോഴും നമ്മുടെ ന്യൂ ജെൻ ആയാലും ശരി, ഓൾഡിലായാലും ശരി, ഒരേപോലെ അപ്ഡേറ്റ് ആയി നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. എങ്ങനെയാണ് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കാറുള്ളത്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാം. അല്ല, എപ്പോഴും നമ്മൾ കാണാറുണ്ട്, പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ എല്ലാവരും പറയാം അപ്ഡേറ്റ് ആവണം, ഈ സ്ക്രിപ്റ്റുകൾ അപ്ഡേറ്റ് ആവണം. പക്ഷേ സാറിൻ്റെ സ്ക്രിപ്റ്റുകൾ നോക്കിയാലും അറിയാം ഇടപെടുന്ന ഇപ്പോൾ സാറ് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്, പക്ക ആക്റ്റീവാണ്. സിനിമയിൽ ആക്ടിങ് ചെയ്യുന്നു. രഘുനാഥ് പല്ലേരി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ലെജൻഡ്, ശരിക്കും പറയാം എന്തൊക്കെയോ പറയണോ എനിക്കിട്ട് ആ ഒരു മൊമെന്റിൽ നിൽക്കുന്നോണ്ടാന്ന് തോന്നുന്നു എനിക്കത്. അതിനൊക്കെ എന്താ ഉത്തരം തരാമെന്ന് എനിക്കെന്നെ അറിയില്ല. ഞാനിങ്ങനെയൊക്കെയാണ്. എൻ്റെ ഒരു ലൈഫ് ഞാൻ ആസ്വദിക്കുന്നത് ഈ രീതിയിലാണ്. അതിൽ എൻ്റെ ജീവിതമുണ്ട്, എൻ്റെ സ്വപ്നങ്ങളുണ്ട്, എൻ്റെ അനുഭവങ്ങളുണ്ട്, എൻ്റെ പ്രതീക്ഷകളുണ്ട്, മറ്റുള്ളവരെക്കുറിച്ചുള്ള എൻ്റെ കൺസേൺ ഉണ്ട്. ഞാൻ എന്നെക്കുറിച്ചല്ല ചിന്തിക്കാറ്, ഞാൻ എനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കാറ്. അതിൽ എൻ്റെ മക്കളുണ്ട്, എൻ്റെ അച്ഛനമ്മമാരുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഇവനെ പോലും ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ ആലോചിക്കാറുണ്ട് ഇവനെക്കുറിച്ച് പോലും. ഇവനെ പോകുമ്പോഴേ അവൻ്റെ മക്കളിലേക്ക് പോകും. ഇങ്ങനെ അങ്ങനെ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിൽ വരില്ല. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. തീർച്ചയായും അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ത്രില്ലാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ മൊമെൻറ്റും പുതിയതായിട്ട് തോന്നും. അപ്പോൾ നമ്മളുടെ ചിന്തകൾ മാറും, നമ്മൾ ഉണ്ടാക്കുന്ന സൃഷ്ടിക്ക് മാറ്റം വരും, നമ്മൾ എഴുതുന്ന അക്ഷരങ്ങൾക്ക് മാറ്റം വരും, പുതിയ പുതിയ വാക്കുകൾ വരും, ആശയങ്ങൾ വരും, ചിന്തകൾ വരും, നല്ല നല്ല സിനിമകളും വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. എന്ന് എടുത്തെടുത്ത് പറയാനായിട്ട് ഒരുപാട് ഇന്ന് ആഗ്രഹിക്കുന്ന മലയാളികൾ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി സിനിമകൾ അല്ലേ? തീർച്ചയായിട്ടും സാർ. അപ്പം സാറിൻ്റെ ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഇന്ന് ആസ്വദിക്കുന്ന ഫീൽ ഗുഡ് സിനിമകളുണ്ട്, ആക്ഷൻ സിനിമകളുണ്ട്, ഉസ്താദ് പോലത്തെ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ ദേവദൂതനിലേക്ക് വരുമ്പം അന്നത്തെ കാലത്ത് ഫിലിമിലായിരുന്നല്ലോ ഷൂട്ട് ചെയ്തിരുന്നത്. അതും കറക്റ്റ് ലൈറ്റിലൊക്കെ ഒരുപാട് മാജിക്കുകൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതും ഫിലിമിൽ എന്ന് പറയുമ്പോൾ റിസ്ക് എലമെന്റ് ഒന്നുകൂടെ കൂടുകയാണ്. കറക്റ്റ് മീറ്റർ ആയിരിക്കണം, കറക്റ്റ് ലൈറ്റിംഗ് അവിടെയൊക്കെ ഉണ്ടായിരിക്കണം. എത്രത്തോളം റിസ്ക് ആയിരുന്നു ആ സമയത്ത് അതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്? നൈറ്റ് സീക്വൻസ് ആയാലും അങ്ങനത്തെ ഇതൊക്കെ എത്രത്തോളം ആ മാജിക് വർക്കായിരുന്നു? അല്ല, അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പോകേണ്ടത് എൻ്റെ സിനിമാറ്റോഗ്രാഫർക്ക് തന്നെയാണ്, സന്തോഷാണ്. സന്തോഷ സബ്ജക്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും ഫ്രെയിംസും ഒക്കെ തന്നു. നമ്മൾ അത്രയും ഒരു സന്തോഷിനെ പോലെ ഒരാളെ കൊണ്ടുവരാൻ കാര്യം സന്തോഷിൻ്റെ ടാലൻറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. സന്തോഷം അതിന് മുമ്പ് വേണുവിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷിനെ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഞാൻ സന്തോഷിനെ എൻ്റെ പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് സന്തോഷിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് സിനിമ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷിന് ഹിന്ദിയിലെ കൊച്ചു കൊച്ചോത്തയിലേക്ക് വിളി വന്നു. അതിൻ്റെ പാതിക്ക് വെച്ച് സന്തോഷം അതിന് പോകാൻ ഞാൻ അനുവദിച്ചു. പിന്നെ ഈ സിനിമ വന്നപ്പോഴത്തേക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ക്യാമറമാൻ സന്തോഷ് തന്നെയാണ്. എനിക്കറിയാം സന്തോഷ് ഈ സിനിമയെ ഞാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയിൽ എനിക്ക് തരുമെന്നുള്ളത്. അതിൻ്റെ ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും അതിൻ്റെ ലൈറ്റിംഗ് ഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. ഇപ്പം നേരത്തെ രഘു പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്, അത് ആരോടോ എന്തോ പറയാനുണ്ട് എന്ന് പറയുന്ന സീൻ ഇവനെപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളത്. ആ സീൻ നന്നായിട്ട് അതിൻ്റെ വിഷ്വൽ ഭംഗി അല്ലെങ്കിൽ ആ സീൻ ഞാൻ ചെയ്തത് മനോഹരമായെന്ന് പറയാൻ കാരണം അതിന് സഹായമായെന്ന് സന്തോഷമാണ്. അവിടെ ഒരു മുകളിൽ നിന്നൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആ ലൈറ്റിലേക്ക് ഞാൻ ലാൽ ഇത് പറഞ്ഞ് തീരുന്നതോടുകൂടി ലാൽ എന്തോ കാണുന്നുണ്ട്.
അദൃശ്യ സാന്നിധ്യത്തെ ലാല് കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലാൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചൊരു മുകളിലേക്ക് നോക്കുന്നുണ്ട്. അവിടേക്ക് ക്യാമറ ലാലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ പറയും എനിക്ക് അവിടെ ഒരു ഗ്ലോ പോലെ അതൊരു ബേൺഡ് ഔട്ട് ആവുന്ന ഫീലിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് അത് ചെയ്തു തന്ന് നമ്മളെ കൂടെ. അപ്പോൾ ഞാൻ പറയുന്നത് സന്തോഷിന് മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്, അതെനിക്ക് കൃത്യമായിട്ട് സന്തോഷം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് പരസ്പരം ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്നതിനെ, സംവിധായകൻ്റെ കണ്ണുകളാണ് ക്യാമറാമാൻ എന്ന് പറയുന്നത്, അത് സന്തോഷത്തിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് കിട്ടി. എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ ടെക്നീഷ്യന്മാരും അതിനകത്ത് പാർട്ടാണ്. ആർട്ട് ഡയറക്ടർക്ക് അതിനകത്ത് കൃത്യമായ ആ വിഷ്വൽ ഉണ്ടാക്കുന്നതിൽ ആർട്ട് ഡയറക്ടറുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഗോസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ നിറയെ വവ്വാലുകൾ അങ്ങനത്തെ കുറേ ജീവികളൊക്കെയാണ്. ഇതിനകത്ത് പ്രാവാണുള്ളത്. പ്രാവ് ആരും ചിന്തിക്കാത്ത ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു. അത് ആരുടെ സാറിൻ്റെ ആയിരുന്നോ സിബി സാറിൻ്റെ ആയിരുന്നോ? രഘുവിനാണ് എഴുതുമ്പോഴേ ഉള്ളതാണ്, അത് എഴുത്തിൽ വന്ന കാര്യങ്ങളാണ്. എഴുത്തിൽ വന്ന പ്രാവാണ് അതൊക്കെ. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു തോട്ട്? ആരും ചിന്തിക്കാത്തൊരു ഹൊറർ എന്ന് പറയുമ്പോൾ ആരും കുറച്ചുകൂടെ പേടിപ്പിക്കുന്ന ഇതൊക്കെ. അതാണ് ഞാൻ പറയുന്നത്, ഇതിൽ ഹൊറർ ഞാൻ ഇട്ടിട്ടില്ല, ഹൊറർ എഴുതിയിട്ടില്ല അതിനകത്ത്. അതിൻ്റെ ആംബിയൻസിൽ ഹൊറർ വന്നതാണ്, അത്രേ വരണ്ടു അതിനകത്ത്. ഇതിൽ ഓവറായിട്ടുള്ള ഹൊററൊന്നും ഇല്ല. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ലവ് സ്റ്റോറിയാണ്. ആ ലവ് സ്റ്റോറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാമുകന്, മരിച്ചു പോയൊരു കാമുകന് കാമുകിയോട് കാത്തു നിൽക്കണ്ട, അടുത്ത ബസ് പിടിച്ച് വീട്ടിലേക്ക് പോയിക്കോന്ന് പറയുന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ അത് പറയുന്ന രീതി മനസ്സിലായില്ല. പക്ഷെ എനിക്കറിയാം അത് എഴുതി വരുമ്പോൾ അതിൽ ചെറിയൊരു എലമെൻ്റൊക്കെ വരും. അത് അധികം വരാതെ മനോഹരമായിട്ടാണ് സിബി എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് അതിൽ ഹൊറർ ഇല്ല സ്ക്രിപ്റ്റിലേക്ക് അത് സംഗീതം മാറുന്നതും ഇവൻ വായിക്കുന്ന ശബ്ദം കേൾക്കുന്നതും ഒക്കെ തന്നെ സ്ക്രിപ്റ്റിൽ അത്രയും അങ്ങനെയേ ഉള്ളൂ. അത് മനോഹരമായിട്ട് വിദ്യാജി ചെയ്തു. അതിനൊരു ആ മൂഡും എല്ലാം വെച്ച് വരുമ്പോൾ അതിന് വേണ്ടുന്ന ആ ഹൊററേ ഉള്ളൂ. ഇത് പ്രേത സിനിമയോ ഹൊറർ സിനിമയോ ഒന്നുമല്ല, ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഈ ലവ് എന്താ, മരിച്ചുപോയ ഒരാളുടെ പ്രണയമല്ലേ ഞാൻ പറയേണ്ടത്. അപ്പോൾ അതിൻ്റെതായ ഒരു അന്തരീക്ഷം വരും. അതാണ് അതിൻ്റെ ഭംഗി. ഒരാളെ പ്രണയിക്കുന്ന നോർമൽ പ്രണയങ്ങളത് ഒരു വിരഹം പറയുന്നത് എന്താ, പ്രണയത്തിന് മാത്രമല്ല വിരഹത്തിനും ഒരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ആ പെയിൻ അറിയണം എന്നുള്ള തൊട്ട് നല്ലൊരു ഇതായിരുന്നു. സ്നേഹം എന്ന് പറയുന്ന എലമെൻ്റ് എപ്പോഴും വേദനയുണ്ടാവും. സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും വേദനയാണ്. അല്ലാണ്ട് അതൊരു ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ വലിയ വേദനയാണ്. ആ എന്നിലെ വേദന മറ്റൊരാൾക്ക് മനസ്സിലാവുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ വേദന ശമിക്കും. ഇതൊക്കെ എൻ്റെ തിയറിയാണ്, ഇതൊന്നും യൂണിവേഴ്സൽ തിയറിയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഏത് പ്രണയ കഥ നിങ്ങൾ എടുത്തു നോക്കൂ, ഏത് സംഗതി എടുത്തു നോക്കൂ, എല്ലാത്തിൻ്റെയും ഉള്ളിൽ വേദനയായിരിക്കും. വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ഇതിലും അലീന അനുഭവിക്കുന്നത് നിരന്തരമായിട്ടുള്ളൊരു വേദനയാണ്. ആ വേദനയെ പുതപ്പിട്ട് മൂടുന്ന പുതപ്പാണ് സ്നേഹം അവൾക്ക് ഇവളോടുള്ള ഇതിനുണ്ട്. അതുകൊണ്ടാണ് അത് തിരിച്ചറിയുന്ന വിശാൽ കൃഷ്ണമൂർത്തി ചോദിക്കുന്നത്, എത്ര മനോഹരമായാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത്. അത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ സ്നേഹിക്കുന്ന മുഴുവൻ മനോഹരമായിട്ടാണ്. ആ കഥാപാത്രം സ്നേഹിക്കുന്നത്. എനിക്ക് വിശാൽ കൃഷ്ണമൂർത്തിയോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് അലീനയോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എൻ്റെ ജീവിതത്തോട് സ്നേഹിക്കുന്നുണ്ട്. അത് മുഴുവൻ മനോഹരമായിട്ടല്ല, കഴിയുന്നത്ര മനോഹരമാക്കാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ അതിനെ നമ്മളൊരു സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു സൃഷ്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അവരുടേതായി മാറും. ഒരു സംവിധായകന് ഇപ്പം സിബിയുടെ മനസ്സിൽ പ്രണയവും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറുടെ ഉള്ളിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അത് ഉള്ളത് കൊണ്ടാണ്. ആ തലത്തിലേക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ സംസാരിക്കുന്നു നമ്മൾ. അപ്പോഴെന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഡയലോഗ് എങ്ങനെ എഴുതി എന്ന് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ആ നമ്മൾ എവിടെയെങ്കിലും ഒരു തലത്തിലൊരു പെയിൻറ്റ് ചിത്രം വരക്കണമെങ്കിൽ ഒരു പ്രതലം വേണം. ആ പ്രതലമാണ് മനസ്സെന്ന് പറയുന്നത്. പക്ഷെ അതവിടെ ചേരണമെങ്കിൽ കുറച്ച് ചില സംഗതികളൊക്കെ അവിടെ വേണം. അതാണ് ഈ പ്രണയം, സ്നേഹം എന്ന് പറയുന്ന വികാരങ്ങളൊക്കെ. അപ്പോൾ അങ്ങ് ചിന്തിച്ചാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്നോട് ചോദിച്ചു ക്ലാസ്സിൽ, എൻ്റെ ഗർഭം ഇങ്ങനെയല്ലാന്ന് എങ്ങനെ എഴുതിയ സാധനം. അതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. ആദ്യം നമ്മളതാവണം. നമുക്ക് അപ്ഡേഷൻ വന്നാൽ മാത്രമേ നമുക്കൊരു സാധനം എടുക്കാൻ പറ്റൂ. ഇപ്പം
സിബിയുടെ ആദ്യത്തെ ചില സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹിസൈനസ് അബ്ദുള്ള ഇങ്ങനെയൊക്കെ, അതായത് പല സംഗതികളും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതെങ്ങനെ അദ്ദേഹം അത് അദ്ദേഹം എടുക്കും, എനിക്കറിയാം അദ്ദേഹം ചെയ്യും എന്നുള്ളത്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ സിബിക്ക് വേണ്ടി സാധനം എഴുതുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്ന എനിക്ക് ഏറ്റവും അടുപ്പം തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സംവിധായകൻ വരുമ്പോൾ ഇപ്പം എനിക്ക് അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം എന്നറിയാം, അദ്ദേഹത്തോട് പറയണം എന്നറിയാം. അത് പറഞ്ഞാൽ അതൊരു മനസ്സിലാവും, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോഴേ നമുക്ക് എഴുതാനുള്ള ത്വരയുണ്ടാവുന്നത്, ശക്തി ഉണ്ടാവുന്നത്. അല്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോകും. ആർക്കോ എന്തോ ആരോടോ പറയാണ്ടെന്നുള്ള വാചകത്തിലെ സംഭാഷണത്തിലെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംവിധായകൻ ഒരിക്കലും ആ ഒരു രീതിയിൽ അതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കൊടുത്തൊരു കാര്യമില്ല. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാസാഗർ സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൽ മ്യൂസിക് എടുത്തു പറയണം. ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും എൻ്റെ മ്യൂസിക് ഡയറക്ടറും എൻ്റെ ക്യാമറമാനും എല്ലാവരും ഒരേ മീറ്ററിൽ ചിന്തിക്കുമ്പോഴേ നല്ലൊരു ഔട്ട് വരത്തുള്ളൂ. അപ്പം ഇതിന് എന്തൊരു മഹാനുഭാവം, ആ ഒരു കേൾക്കും ഇപ്പോഴും ഒരു ഗൂസ് ബംസ് കിട്ടുന്നുണ്ട്. എത്ര കാലം കഴിഞ്ഞ് കേൾക്കുമ്പോഴും ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാസാഗർ എന്നൊരു മാന്ത്രികൻ, മ്യൂസിക് എന്നൊരു മാന്ത്രികനെ തന്നെയാണ് മലയാളികൾക്ക് സമ്മാനിച്ച ഒരൊറ്റ സിനിമയിലൂടെ. ഇത്രത്തോളം ഇതാവുമെന്നൊക്കെ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ആ പടത്തിൻ്റെ ആദ്യത്തെ സിംഫണി മനസ്സിലെഴുതി തിരക്കഥയിൽ എഴുതുമ്പോഴേ അത് എന്തൊരു മഹാനുഭാവിലും ഈ രീതിയിൽ വരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ട്, അത് വേറൊരു സംഗീതമുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ ഒരു ഗൈഡൻസായിട്ട് ഞാൻ എഴുതിയത് എന്തൊരു മഹാനുഭാവിലും അല്ല, ക്ഷീരസാഗര ശയന എന്നുള്ളൊരു കീർത്തനമാണ്. അതിനും അതിൻ്റെതായൊരു തലമുണ്ട്. പക്ഷേ വിദ്യാസാഗറിന് അയാൾ സംഗീതത്തിൻ്റെ രാജാവാണെന്നും അതിൽ നിന്നുണ്ടായ പ്രചോദനത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പൂർത്തിയാക്കാത്തൊരു സിംഫണി, അദ്ദേഹം പൂർത്തിയാക്കിയ സിംഫണി ഇദ്ദേഹത്തിലൂടെ പൂർത്തിയാക്കിയെന്നും അങ്ങനെ ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ അതിന് വേണ്ടുന്നൊരു തലത്തിലേക്ക് ആ സംഗീതത്തെ പൊന്തിക്കണമെന്നും തീരുമാനിച്ചത് വിദ്യാസാഗറാണ്. അദ്ദേഹമാണ് എന്തൊരു മഹാനുഭാവലും സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോണിലൂടെ എന്നോട് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എന്തൊരു മഹാനുഭാവലുമാണ് ചെയ്യുന്നത്. ഞാൻ സമ്മതിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് ഞാൻ കേട്ട എന്തൊരു മഹാനുഭാവലും അസാധാരണമായൊരു ഇതാണ്. ഇദ്ദേഹം ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ആ പോർഷനാണ്. അപ്പോൾ എന്തായാലും ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് പ്രേക്ഷകർ കാണുമ്പോഴാണ് സിനിമയ്ക്ക് ജീവൻ വെക്കുന്നത്. അതിലെ നടന്മാരെയോ അല്ലെങ്കിൽ അതിൽ ചെയ്യുന്നിരിക്കുന്ന വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് അവിടെ അതിൻ്റെ സോള് നഷ്ടപ്പെടുന്നതാണ് കേട്ടിട്ടുള്ളത് ഞാൻ. അപ്പം ഇതിലേക്ക് തന്നെ ലാൽ സാർ ഈ കഥ കേട്ടിട്ട് ലാൽ സാർ പറയാ ഞാൻ ഈ സിനിമ ചെയ്യാം എന്ന് പറയാം, അങ്ങനെയാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ലാൽ എന്ന നടനെ അതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല, ആ ഒരു കഥാപാത്രത്തെയാണ് കാണുന്ന പ്രേക്ഷകർ. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ സിനിമയ്ക്ക് ജീവനുള്ളത്. അപ്പോൾ ഈ ലാൽ എന്ന നടൻ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ പടം ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? വേറൊരു പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന പ്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ആവുമോ, അത് എപ്പോഴെങ്കിലും പ്രേക്ഷകർ വിജയിക്കുമോ, അങ്ങനെ ഒരു ടെൻഷൻ എപ്പോഴും തോന്നിയിരുന്നോ? വിജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല, നമ്മൾ കൺസീവ് ചെയ്ത ഒരു കഥാപാത്രം ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതിലേക്ക് ലാലിനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളെ മാറ്റേണ്ടി വരും. കാരണം ലാലിനെ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് കാണിക്കാവുന്നൊരു പ്രായത്തിലല്ല ലാൽ ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആശങ്ക ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു തീരുമാനത്തോട് ആദ്യം പ്രതികൂലമായ ചില ഒരു നിലപാടെടുത്തത്. പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു സിനിമയെന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ ഒരു ഭാഗത്തു നിന്നും കൂടെ നമ്മൾ ആ ആംഗിളിൽ അതിനെ കാണാൻ ശ്രമിച്ചപ്പോഴാണ് അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായത്. അത് ഒരു പരിധിവരെ അതിൻ്റെ കൊമേഴ്ഷ്യൽ സക്സസ്സിന് പ്രതികൂലമായി സംഭവിക്കുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രത്തെ കഥാപാത്രമായിട്ട് കാണാൻ കഴിയാതെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടനെ കാണുകയാണ് അതിൽ. വിശാൽ കൃഷ്ണമൂർത്തിക്ക് പകരം അദ്ദേഹത്തിൻ്റെ ആരാധകരായ പ്രേക്ഷകർ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അവിടെ കാണുമ്പോഴാണ് അതിൻ്റെ ആ കഥയുമായിട്ടും കഥാപാത്രമായിട്ടും അവർ താതാത്മ്യം പ്രാപിക്കാതെ പോയത്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ മോഹൻലാലിൻ്റെ സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ മേലെ അവരോധിക്കപ്പെട്ടതാണ്. അയാളൊരു നടൻ തന്നെയാണ്, അസാമാന്യനായ നടനാണ്. പക്ഷേ അയാളുടെ സക്സസ്ഫുള്ളായ സിനിമകൾ, അയാളെ ഇഷ്ടപ്പെടുന്ന, അയാളെ ആരാധിക്കുന്ന പ്രേക്ഷകർ
അയാൾക്ക് വെച്ച് കൊടുത്ത ഒരു കിരീടമാണ്. ചിലപ്പോൾ അത് മുൾക്കിരീടമായി മാറുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. അതൊരു ഭാരമാണ് ചില ഇത് സമയത്ത്. ഉദാഹരണം പറഞ്ഞാലേ ഇപ്പം ഇവിടെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം മോഹൻലാല് ഈ കഥ കേട്ടിട്ട് സിയാദിനോട് ചോദിക്കുകയാണ് ഞാനത് ചെയ്തോട്ടെ. ആ സമയത്ത് ചോദിക്കുന്ന മോഹൻലാല് ഒരു സ്റ്റാർഡം മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. അദ്ദേഹം പക്ക ഒരു അഭിനേതാവായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ആ കഥാപാത്രം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷെ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകൻ ഈ അദ്ദേഹം അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തിനെ കാണുന്നത് സ്റ്റാർഡമായിട്ട് നിൽക്കുന്ന ആ ആക്ടറായിട്ടാണ്. അതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. മനസ്സിലായോ പറഞ്ഞത്? അവിടെയാണ് ഞങ്ങൾ പരിഭ്രമിച്ച് പോകുന്നത്. ഇതെങ്ങനെ നമ്മളെ ഇവരോട് പറയും? ഇതിനെന്താ പ്രതിവിധി? ഒരു പ്രതിവിധിയില്ല. അത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ സമയം. അപ്പോൾ ഒരു സ്റ്റാർഡം ഇപ്പോൾ പറഞ്ഞ മാതിരി മുൾക്കിരീടമായി മാറുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ ലാലിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റാർഡം അത് നമ്മുടെ ഒരു സോഷ്യൽ കൺസെപ്റ്റാണ്. അപ്പം അങ്ങ് സംഭവിക്കും. പക്ഷേ ഒരിക്കലും ലാൽ അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ലാൽ തന്നെ പറയും ഈ ക്യാരക്ടർ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർഡം ഇത് സഹിക്കില്ല, എന്നെ നിങ്ങൾക്ക് വിഷമാകുമെന്ന് ലാലും കണ്ടുപിടി. ലാലൊരു പരിപൂർണ്ണ നടനാണ്. പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട സിനിമകളിൽ അതെ, അല്ല അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലാൽ ചോദിക്കുന്നത് ഞാൻ എടുത്തോട്ടെ, അല്ലെങ്കിൽ എനിക്ക് തരുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാലോ, എനിക്ക് ചെയ്തുകൂടെ ചോദിക്കും. അല്ല, അതുകൊണ്ട് തന്നെയാണ് ലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയെന്ന് ലാൽ പറയുന്നത്. ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ്. കാരണം ഈ സിനിമ നമ്മൾ ഇത് റീമാസ്റ്റർ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് ലാലാണ്. അപ്പോൾ ലാലിനെ സംബന്ധിച്ചോളം ഇത് അന്ന് വർക്കാകാതെ പോയ പ്രേക്ഷകർക്ക് വർക്കാകാതെ പോയ ഒരു സിനിമ ഇനിയും അത് വരുമ്പോൾ അത് വർക്കാകുമെന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കഥാപാത്രത്തെ ലാൽ തിരഞ്ഞെടുക്കുന്നതും ആ കഥാപാത്രത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ വീണ്ടും അത് നമ്മൾ റീമാസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനോട് പൂർണ്ണമായിട്ടും നമ്മളുടെ കൂടെ നിൽക്കുന്നത് ലാലാണ്. ഇപ്പോഴും ഇന്നും പകരം ലാലിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു, ഇതിൻ്റെ ഒരു പ്രോഗ്രസ്സിനെ കുറിച്ചുള്ള താല്പര്യങ്ങളും കാര്യങ്ങളായിട്ട്. അയാൾ ഇപ്പോൾ ഗുജറാത്തിൽ ഒരു കുഗ്രാമത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള അയാളുടെ താല്പര്യമാണ്. അപ്പോൾ ഈ സിനിമ അദ്ദേഹവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഇപ്പൊ റീ എഡിറ്റഡ് വെർഷൻ ആണല്ലോ വരുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സാറ് മനസ്സിൽ കണ്ട ദേവദൂതനാണോ പ്രേക്ഷകരിലേക്ക് ഇപ്പം എത്താൻ പോകുന്നത്? ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമയുടെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് വേർഷനായിരിക്കും. കാരണം നമുക്കിനി കൂട്ടിച്ചേർക്കാനൊന്നും പറ്റത്തില്ല, മാറ്റി ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിരിക്കും വരാനാണ്. സാറിൻ്റെ സ്ക്രിപ്റ്റുകളിൽ എപ്പോഴും ഞാൻ എപ്പോഴും ഒരു വിഷണറിയാണ്. ഭാവി നടക്കാനുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു തമാശ രൂപേണെങ്കിലും അതിനകത്ത് കാണിച്ച് പറയും. ഇപ്പോൾ എന്നും നന്മകൾ പൊന്മുട്ടിയിരുന്ന താറാവ് അതൊക്കെ കാണുമ്പോൾ ഇന്നും പ്രേക്ഷകർ ചിരിക്കുമെങ്കിലും പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് കാണിച്ചു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകുന്നത്? ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്നും നന്മകളുടെ വരെ പൊളിറ്റിക്കൽ ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ രസകരമായിട്ട് ഇപ്പോഴും നമ്മൾ ടി വി കാണുമ്പം ജയറാം സാറിൻ്റെയും ശ്രീനിവാസ് സാറിൻ്റെ ഒരു കോമ്പോയിലൊക്കെ ഉള്ള നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാര്യങ്ങളാണ് അതൊക്കെ. എങ്ങനെയാണ് അതൊക്കെ ഒരു ആസ് എ റൈറ്റർ, ഒരു കലാകാരൻ എന്ന നിലയിൽ എപ്പോഴും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരമില്ല അതിനൊന്നും. കാരണം അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതോ. അതിപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഭാര്യയാവുന്നതാണോ എനിക്കറിയില്ല. അതങ്ങനെ സംഭവിക്കുന്നതാണ്. അങ്ങനെ അല്ല നമുക്കൊരു ത്രില്ലുണ്ടാവുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന പല കഥകളും എനിക്കറിയില്ല. അത് ആ സമയത്തും കാലത്തിന് മുമ്പ് പോകണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും കാലത്തിന് മുമ്പാണ് നിൽക്കുന്നത്. ഞാനൊരിക്കലും ഇന്നലെയിലേക്കോ അല്ലെങ്കിൽ ഇന്നിലേക്കോ നിൽക്കാറില്ല. ഇപ്പോൾ നിൽക്കുമ്പോഴും ഞാൻ മുന്നോട്ടായി ചിന്തിക്കും. അത് രസമല്ല. ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയല്ലേ വാസ്തവത്തിൽ? നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നാളേക്കല്ലേ, അടുത്തതിനേക്കല്ലേ. ഇപ്പോഴത്തേക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ടൈം സെഗ്മെൻ്റ് ഇല്ലല്ലോ. നീ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഒരു പർട്ടിക്കുലർ സമയത്താണ്. നീ മുന്നോട്ടല്ലേ പോകേണ്ടത്. ഭൂമി തിരിയുന്നത് പോലെ സൂര്യനെ കൂടെ ഭൂമി ഓടി പറക്കുകയല്ലേ. സൂര്യൻ ഓടുന്നു, പിറകെ ഭൂമി ഓടുന്നു, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അത് സംഭവിക്കും. ചിന്തകളിലും സംഭവിക്കും. ചലനമല്ലേ ഉള്ളൂ. നിശ്ചലമായൊരവസ്ഥ പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല. ശരിക്കും
ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ സ്ക്രിപ്റ്റുകളിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായിട്ടൊരു പ്രാധാന്യമുണ്ട്. വെറുതെ വന്നു പോകുന്ന ഒരു കഥാപാത്രമാണെങ്കിലും ആളുകളുടെ മനസ്സിൽ ആ കഥാപാത്രം ഉണ്ടാകും. അപ്പം ഇനി ഒരു സ്ക്രിപ്റ്റ് എഴുതുവാണെങ്കിൽ എങ്ങനത്തെ ഒരു നിങ്ങളുടെ ഒരു കോമ്പോ ഒരു സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ എങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം? അത് ഇപ്പം പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ഇവനിപ്പോൾ ഒരു സിനിമ എഴുതണം എന്ന് എന്നോട് ആവശ്യപ്പെട്ട എൻ്റെ മനസ്സിൽ എത്രയോ കഥകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് പറിച്ചു കൊടുക്കും അവന്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഞങ്ങൾ ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ സമയത്ത് എനിക്ക് വൈഫിനോട് പറയാൻ പറ്റും എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് പറയാൻ പറ്റും? എന്നോട് ഒരു സ്ത്രീ ഒരു മാഡം വളരെ സന്തോഷമായിരുന്നു. ഒരു ഫങ്ഷൻ ചോദിച്ചു, എപ്പോഴെങ്കിലും എടുത്തു കഴിഞ്ഞ 1 മുതൽ 0 വരെ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വളരെ സിമ്പിൾ ചോദ്യമാണ്. അപ്പം ഞാൻ അവരോട് വളരെ ബഹുമാനത്തോടെ ചോദിച്ചു, മാഡം വിവാഹിതയാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളുണ്ടോ ചോദിച്ചു. 2 കുട്ടികളുണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളെങ്ങനെ കണ്ടപ്പോൾ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. അവർ ചിരിച്ച് അവരെന്നെ നമസ്കരിച്ചിങ്ങനെ. അത് മനഃപൂർവ്വം ചോദിക്കുന്നതല്ല, അത് ഒരു ചോദ്യത്തിന് ഉത്തരം ഏറ്റവും മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉണ്ട് അവർക്ക്. അവർ ജീവിതത്തിൽ ഇനി ഒരൊറ്റ എഴുത്തുകാരനോടോ സിനിമക്കാരോ ചോദിക്കില്ല. അവർക്കൊരു സൃഷ്ടിച്ചാൽ കഴിഞ്ഞു. അതെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു സൃഷ്ടാവിന് പോലും അറിയില്ല. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച മഹാ തേജസ്സിനറിയോ ഇതിങ്ങനെയൊക്കെയാണ്, ഈ ഭൂമി ഇങ്ങനെയാണ് ഉണ്ടാവുക, അതിനകത്ത് ഇങ്ങനെ 2 ആൾക്കാരിരിക്കും, നീ ഇരിക്കും. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ എപ്പോഴും ചിന്തിച്ചില്ല. അതാണ് ജീവിതം, അങ്ങനെയാണ്. സോ വി കനോട്ട് സേ ലൈക്ക്. അപ്പോൾ എന്തായാലും ദേവദൂതൻ പ്രഷറിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു കൂടുതൽ ക്ലാരിറ്റിയിൽ കൂടുതൽ സൗണ്ട് എഫക്ട്സോടെ. അപ്പം നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു തവണ കൂടി അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. അപ്പം എന്തായാലും സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുത്തതിന് താങ്ക് യു സോ മച്ച്. സന്തോഷം.